ഈ ഫോബ്സ് മാഗസീൻ എന്ന് കേട്ടാലേ പാവപ്പെട്ടവൻ്റെ വള്ളംകളിക്ക് കടലാസ് വെറുക്കുന്നവൻ എന്തിനാ ടൈറ്റാനിക്കിൻ്റെ ഓയിൽ കപ്പാസിറ്റി അറിഞ്ഞിട്ട് എന്നുള്ളൊരു മട്ടായിരുന്നു എനിക്ക് പൊതുവേ ഉണ്ടായിരുന്നത് ഒരു ആറ്റിറ്റ്യൂഡ്. ഈ കോടീശ്വരന്മാരുടെ ലോകത്തെ ഓരോരോ വിശേഷങ്ങൾ അത് നമ്മൾ സാധാരണക്കാരിനി അറിയേണ്ടതാണെങ്കിൽ അത് ഏതെങ്കിലും പത്രവാർത്തയായിട്ട് വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ലേഖനമായിട്ട് എക്കണോമിക് ടൈംസ് അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വന്നോളൂ. അപ്പം നമുക്ക് അറിയേണ്ടതാണ് നമ്മുടെ കണ്ണിൽ പെട്ടോളും. അത്രയൊരു ഉദാസീനത, ആ സാധനം നമ്മൾ കൈകൊണ്ട് തൊടില്ല. പക്ഷേ നമ്മുടെ ശൈലജ ടീച്ചറുടെ കട്ട ഫാനായിട്ടുള്ള ഒരാളായതുകൊണ്ടായിരിക്കാം ടീച്ചർ വന്നതോടുകൂടി, ടീച്ചറെക്കുറിച്ചുള്ള ലേഖനം വന്നതോടെ വായന ലിസ്റ്റിലേക്ക് ഫോബ്സ് മാഗസീനും ഇടം പിടിച്ചു. ചെമ്പൈ വലിയ തെറ്റില്ലാതെ പാടുന്നുണ്ട് കേട്ടോ. ഒന്ന് പണ്ട് ഏതോ ലൊട്ടിലൊടുക്ക് ഭാഗവതർ സമ്മതിച്ച ഒരു കഥ കേട്ടിട്ടുണ്ട്. അതുപോലെ വിചാരിക്കരുത്. ആ മാഗസീൻ പക്ഷെ കൊള്ളാട്ടോ. ഓരോ വായനയും വായിക്കുമ്പോൾ തോന്നുന്നുണ്ട് കൊള്ളാം, ഇതെന്താ ഞാൻ ഇത്ര നാളായിട്ട് വായിക്കാതിരുന്നതെന്ന്. നല്ല മാഗസീനാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ പറയുന്നു മറ്റേ ആ സംഭവം ഏത് ചെമ്പൈ വലിയ കുഴപ്പമില്ലാതെ പാടുന്നുണ്ടെന്ന് പറയുന്ന ലോട്ടിലൊടുക്ക് ഭാഗവതർ, അതുപോലെ അതുപോട്ടെ. ഇപ്പം മുന്നിലുള്ളത് അതിലെ ഒരു ലേഖനമാണ്, നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരും വായിക്കേണ്ട ഒരു ലേഖനം. അത് ലെസൺസ് ഫ്രം ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞിട്ട് യശോധര ബാനർജി എന്ന് പറഞ്ഞ ഒരാൾ തയ്യാറാക്കിയ ലേഖനമാണ്. അതിൽ ധാരാളം ആൾക്കാർ, നെസ്ലെ ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടറായിട്ടുള്ള സുരേഷ് നാരായണൻ, പിന്നെ അർബൻ കമ്പനി കോ ഫൗണ്ടർ അഭിരാജ് ബാല്, ഗോദ്രേജ് ഇൻറ്റീരിയോ CEO അനിൽ മാത്തർ, വോക്സ് വാഗൻ പാസഞ്ചർ കാർ ബ്രാൻഡ് ഹെഡ് ആശിഷ് ഗുപ്ത, പിഡ്ലേറ്റ് മാനേജിംഗ് ഡയറക്ടർ ഭാരത് പുരി, ആക്ടർ ഭൂമി പട്ടേൽക്കർ, മഹീന്ദ്ര ഓട്ടോ സെക്ടർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാജേഷ്. എനിക്കിപ്പോൾ ഏതാണ്ട് ഈ പരിപാടിക്ക് ആങ്കർ ചെയ്യുമ്പോൾ തോന്നുന്നു. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതാണ്, ഒരു ലേഖനമാണെങ്കിലും ഒരു പുസ്തകമാണെങ്കിലും വായിച്ച് അത് താഴ്ത്തി വെച്ചിട്ട് നമ്മൾ കണ്ണടച്ച് ആലോചിക്കുക എന്തൊക്കെയുണ്ട് മനസ്സിൽ ബാക്കിയെന്ന്. വ്യക്തമാകാത്തത് ഒന്നും കൂടി വായിക്കുക. നമുക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതങ്ങോട്ട് പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് എനിക്ക് ഇപ്പം അങ്ങനെ തിരിച്ചു നോക്കുമ്പോൾ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്നത് അതിൽ ഫാഷൻ ഡിസൈനറായിട്ടുള്ള സബ്യസാജി മുഖർജി. ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം, ഫാഷൻ ഡിസൈനിങ് അങ്ങനെ പുലിയാന്നുള്ള കാര്യം അറിയാം. അദ്ദേഹം അതിലെ കുറച്ച് എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾ, 2-3 പാരഗ്രാഫ് അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഡിസൈനിങ്ങിൽ വലിയ സംഭവമൊക്കെയാണെന്ന് അദ്ദേഹത്തിനും അറിയാം. പക്ഷേ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളായിട്ട് പോലും അദ്ദേഹം ഒരിക്കലും ഭക്ഷണം പാകം ചെയ്യാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും വിധത്തിൽ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നേയില്ല. അതിനകത്ത് ട്രൈ ചെയ്യാൻ പോലും മെനക്കെട്ടില്ല, കാരണം തോറ്റു പോകുന്നുള്ള ഉറപ്പുള്ള കാര്യമാണെന്നുള്ള മട്ടിൽ. പക്ഷെ അദ്ദേഹം അതിനകത്ത് പറയുമായിരുന്നു, നമ്മുടെ ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ അല്ല ജീവിതത്തോടുള്ള സമരസപ്പെടുത്തൽ ഇതൊക്കെ വേണ്ടതാണ് എന്ന് വിചാരിച്ച് പലപ്പോഴും ചെയ്യുന്ന ഒരു സാധാരണ കാര്യം, ഒട്ടുമിക്ക കാര്യങ്ങളിലും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന 1-2 കാര്യങ്ങൾ ഒഴിച്ചുള്ള ഒട്ടുമിക്ക കാര്യങ്ങളിലും ഒരു മീഡിയോക്രസി, എന്നെക്കൊണ്ട് ഇത്രേ പറ്റുള്ളൂ എന്നൊരു കാര്യത്തിൽ നമ്മൾ തല ഉറച്ചങ്ങ് നിൽക്കും. അങ്ങനെയല്ല, പക്ഷേ ഏതെങ്കിലും ഒരു സാധ്യത നമ്മളെ ഉന്തിത്തള്ളി വിടുമ്പോഴാണ് എനിക്കിത് ഇത്ര മനോഹരമായി ചെയ്യാൻ പറ്റും, എനിക്കിത് വഴങ്ങും എന്നത് നമ്മൾ തിരിച്ചറിയുന്നത്. അദ്ദേഹം അതിൽ കണ്ടുപിടിച്ച കാര്യം കുക്കിംഗ് എന്ന് പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, വലിയ കുഴപ്പമില്ലാതെ എനിക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ പാചകം ചെയ്യാൻ ഞാൻ പഠിച്ചെടുത്തു. അതിനെക്കുറിച്ച് മാത്രമല്ല, അതിൻ്റെ കാഴ്ചപ്പാട് തന്നെ എൻ്റെ ഇത്തരം അനാവശ്യ ഭീതികൾ മാറ്റിവെക്കണം. ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ മുന്നോട്ടൊരു കാല് വയ്ക്കാനുള്ള ധൈര്യം കൂടി ഈ ഒരു കാര്യം തന്നു എന്നാണ്. അതേപോലെ തന്നെ വേറൊരു മിക്കവരും പറയുന്ന കാര്യം ഇതൊക്കെ തന്നെ, പീപ്പിൾ ഫസ്റ്റ്, ബിസിനസ് നെക്സ്റ്റ്, പ്രോഫിറ്റ് ലാസ്റ്റ്, കേട്ടിട്ടുണ്ട് രീതിയിൽ. പക്ഷെ അതിനപ്പുറം ഈ മറ്റേ മഹീന്ദ്ര ഓട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടറുള്ള രാജേഷ് ജജുരിക്കർ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ രസമുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു, അതായത് നിങ്ങളോട് തന്നെ കുറച്ച് കരുണ കാണിക്കണം എന്നുള്ള കാര്യം എനിക്ക് ശരിക്കും മനസ്സിലായി. കാരണം ഈ പ്രായത്തിൽ അവിടം വരെയൊക്കെ എത്തണമെങ്കിൽ ജീവിതം എപ്പോഴും ഓട്ടങ്ങളുടേതായിരുന്നു, മത്സരങ്ങളുടേതായിരുന്നു. പക്ഷെ ഇപ്പം അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇത് കിട്ടിയാൽ ചെയ്യുന്നത് നെറ്റ്ഫ്ലിക്സ് എടുത്ത് കുറച്ച് തട്ടുപൊളിപ്പൻ സിനിമയോ എന്തെങ്കിലുമൊക്കെ കാണുക, അതല്ലെങ്കിൽ കൂട്ടുകാരോട് ഓൺലൈനിൽ സംസാരിക്കുക, ചെറിയ ചെറിയ തമാശകളും വിശേഷങ്ങളും പങ്കുവയ്ക്കുക. പണ്ടാണെങ്കിൽ അതായിരുന്നത്തെ അദ്ദേഹം ഏറ്റവും കൂടുതൽ കട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ ക്രിസ്പായിട്ട് ബിസിനസ് മീറ്റിങ്ങുകൾ നടത്തുക, ടു ദ പോയിൻ്റ് ആയിട്ട് ഓരോ മീറ്റിങ്ങുകളെയും കട്ട് ചെയ്തിട്ട് മിച്ചം ഒരുപാട് സമയം കണ്ടെത്തിയിട്ട് തൻ്റെ ജീവിതത്തിൽ ഇത്തരം ഇൻപുട്ടുകൾ കിട്ടുന്നത് എന്താണോ അതിലേക്കും കൂടി കൂടുതൽ സമയം
മെനക്കെടുത്താറുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ബി കൈൻഡ് ടു യുവർ സെൽഫ്, നല്ലൊരു പാഠമാണ് നമുക്ക് എല്ലാവർക്കും കിട്ടാവുന്നത്. അതുപോലെ നമ്മൾ മുമ്പ് പറഞ്ഞതായിരുന്നു ഭൂമി പടേൻകർ, ബെസ്റ്റ് ഫീമെയിൽ ഡെബ്യൂട്ട് ഡയറക്ടർ, സി അവാർഡ്, അങ്ങനെ പല അവാർഡും ഈ ചെറുപ്രായത്തിൽ വാങ്ങിയ ആ ഭൂമി പറയുന്നത് ഈ ഏകദേശം ഇത് തന്നെയാണ്. നമ്മളെപ്പോഴും ഒരു ഫോക്കസ് വെക്കും ലൈഫിൽ, അത് തന്നെയാണ് വേണ്ടതെന്ന് സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കും. നമ്മുടെ വേണ്ടപ്പെട്ടവരെല്ലാം നമ്മളെ വിശ്വസിപ്പിക്കും. ബി ദ ബെസ്റ്റ്. അതിനായിട്ടുള്ള ഓട്ടായിരുന്നു ഇത്രയും നാൾ. പെട്ടെന്നൊരു ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു കോമ കുത്തു വരുമ്പോഴാണ് എന്തുവായിരുന്നു എന്ന് ചിന്തിക്കുന്നത്. അവർ പറയുന്നത് ഞാൻ കുറേ കൂടി എൻ്റെ ആഗ്രഹങ്ങൾ, ഈ മത്സര ഓട്ടം അല്ലാതെയുള്ള ആഗ്രഹങ്ങൾ ഫോക്കസ് ചെയ്തു. എൻ്റെ വീട്ടുകാർ, എൻ്റെ കൂട്ടുകാർ, എന്നെ തന്നെ ഞാൻ കൂടുതൽ കൺസിഡർ ചെയ്തു. അഭിനയ ലോകം, ബോളിവുഡ് എല്ലാം എൻ്റെ സ്വപ്നങ്ങൾ തന്നെ. പക്ഷെ അതിനോടൊപ്പം ഒറ്റ പോയിന്റിലേക്കുള്ള ഓട്ടം അല്ലാതെ കുറേ കൂടി പാൻ വിഷനിൽ കാര്യങ്ങൾ കാണാനും കാര്യങ്ങൾ ആസ്വദിക്കാനുള്ള ഒരു സമയവും കൂടി ഈ ലോക്ക്ഡൗൺ കാലം അനുവദിച്ചു എന്നത് അവർ പറയുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്, നമുക്കെല്ലാവർക്കും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ മിക്കവരും അതിനകത്ത് CEO ഗോദ്രേജ് ഇൻറ്റീരിയോ ഉൾപ്പെടെ അദ്ദേഹം എല്ലാം പറയുന്നത് കുറേ കൂടി കസ്റ്റമറുടെ ജീവിതത്തെക്കുറിച്ചും അതല്ലെങ്കിൽ അവരുടെ തന്നെ ജോലിക്കാരുടെ ജീവിതത്തെക്കുറിച്ചും അതിലേക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ഉൽപ്പാദനം, വിൽപ്പന, ലാഭം എന്നുള്ള കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കുകൾ മാറ്റിവെച്ചിട്ട് ഓരോരുത്തരുടെയും ജീവിതം എങ്ങനെയാണ്, ആ ജീവിതത്തിലെ അവരുടെ മോഹങ്ങൾ എങ്ങനെയാണ്. ശരിയാണ്, അവരുടെ മോഹം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് അവരുടെ തലയിലോട്ട് വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ കൂടി ചിന്തിക്കാനായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ശ്രദ്ധിച്ചത് ശരി തന്നെയാണ്, ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും. അങ്ങനെ മിക്ക കമ്പനികളും ശ്രദ്ധിച്ചു തുടങ്ങിയതോടെ അവരുടെ തന്നെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് മാറി. കുറെ കൂടി എല്ലാവരെയും സമചിത്തതയോടെയും സമഭാവനയോടെയും കാണാൻ സാധിച്ചു. അത് പൊതുവേ ബിസിനസ് ലോകത്തിലെ എല്ലാവർക്കും അത് ബാധകമായിട്ടുണ്ട് എന്നാണ്. അങ്ങനെ എടുത്തെടുത്ത് പറയണത്, കാരണം 10-12 പേരോളം ഉള്ള ഒരു ലേഖനമാണത്. ഒന്നും കൂടി റെഫർ ചെയ്തതിന് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് കാണാനുണ്ട്. ഇനി നമ്മളോടും കൂടെ ഒന്ന് ചോദിച്ചു നോക്കൂ, നമ്മുടെ ഒപ്പം ഉള്ളവരോട് ചോദിച്ചു നോക്കൂ, ഈ ഒരു കാലയളവിൽ നമ്മൾ എന്താണ് അതിജീവനത്തിനായിട്ട് നമ്മൾ കണ്ടുപിടിച്ചത്? നമ്മളുടെ പുതിയ കാഴ്ചപ്പാട് എന്തൊക്കെയാണ്? ഏതൊക്കെ ഭീതികളെയാണ് നമ്മൾ അതിജീവിച്ചത്? ചിന്തിക്കാൻ വളരെ നല്ലൊരു കാര്യമാണ്. ശുഭരാത്രി.